ഞാൻ വേണ്ട. ഇന്ന് എന്റെ സ്വന്തം സ്കൂളായ സെന്റ് ആൻസ് AUP സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 7ാം ക്ലാസ്സിലെ 4 ഡിവിഷനുകളിൽ നിന്നുമായി 9 സ്ഥാനാർത്ഥികളാണ് ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എല്ലാ ഘട്ടങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ഒന്നാമത്തെ ഘട്ടമാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജെസ്സി ജോർജ് ആണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. രണ്ടാമത്തെ ഘട്ടമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. സ്ഥാനാർത്ഥികൾ അവരുടെ നാമനിർദ്ദേശ പത്രികകൾ കൃത്യമായി പൂരിപ്പിച്ച് സ്കൂൾ ഹെഡ് മിസ്ട്രസിന് സമർപ്പിക്കണം. മൂന്നാമത്തെ ഘട്ടമാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോകാനും സാധ്യതയുണ്ട്. ഇനി മത്സരാർത്ഥികൾക്ക് മത്സരിക്കണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അവ പിൻവലിക്കാനുള്ള അവസരവുമുണ്ട്. നാലാമത്തെ ഘട്ടമാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം. സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണുകയും തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യണം. അഞ്ചാമത്തെ ഘട്ടമാണ് വോട്ടെടുപ്പ്. വോട്ടർ പട്ടികയിലുള്ള എല്ലാവർക്കും പോളിംഗ് ബൂത്തിൽ പോയി ക്യൂ നിന്ന് വോട്ട് ചെയ്യാവുന്നതാണ്. വോട്ടർ ഉദ്യോഗസ്ഥന്മാർ അവരെ തിരിച്ചറിയുകയും വിരലടയാളം നൽകുകയും ചെയ്യുന്നു. ആറാമത്തെയും അവസാനത്തെയും ഘട്ടമാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണൽ ഒരു ദിവസം തീരുമാനിക്കുകയും സ്ഥാനാർത്ഥികളുടെ വോട്ടെണ്ണുകയും വിജയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ട് നീ വോട്ട് ചെയ്ത് എങ്ങോട്ടാ?